Download now. CC Learning app. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ സെറ്റ് എക്സാമിന് എല്ലാവരും പ്രിപ്പറേഷനൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ CCയുടെ ലേണിംഗ് ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സെഷനും ഒക്കെ ഈ ആപ്പിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മോക്ക് എക്സാമുകൾ എഴുതുന്നതിനും വർക്കൗട്ട് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സെറ്റ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു കോച്ചിങ് എങ്ങനെയാണ്, ആ ഒരു കോച്ചിങ്ങിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ നമുക്ക് ഏറ്റവും നല്ലത് നമ്മളുടെ പ്രീവിയസ് സെറ്റ് എക്സാമിന്റെ റിസൾട്ട് തന്നെയാണ്, അല്ലേ? ഞാൻ നോക്കൂ, ഇത്രയധികം കുട്ടികൾക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് വഴി മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? ഇനിയും നമ്മൾക്ക് എക്സാമിന് ഒരു 75 ഡേയ്സ് കൂടി ഉണ്ട്. ഈ ഒരു 75 ഡേയ്സിൽ പഠിച്ചാൽ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഉറപ്പായും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനായി CCയിൽ 75 ഡേയ്സിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് 9746455514 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രീവിയസ് സെറ്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡയഗ്രാം ഷോസ് എ ഹൈലൈറ്റഡ് പ്ലെയിൻ ഇന്റർസെക്റ്റിംഗ് മെയിൻ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ഓഫ് ദി സോളിഡ്. ദ മില്ലർ ഇൻഡിസസ് ഓഫ് ദി പ്ലെയിൻ. ഒരു ക്രിസ്റ്റലോഗ്രാഫിക് പ്ലെയിൻ തന്നിട്ടുണ്ട്. ആ പ്ലെയിൻ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസിന് ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയൊക്കെ എന്നും തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിൽ അത് A/2 കട്ട് ചെയ്യുന്നത്, Y ആക്സിസിലും A/2 കട്ട് ചെയ്യുന്നത്, ഇസഡ് ആക്സിസിൽ എയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിന്റെ മില്ലർ ഇൻഡിസസ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വീസ് ഇൻഡിസസ് എഴുതാലോ. വീസ് ഇൻഡിസസ് എത്ര വരും? 1/2 1/2 1. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ഹോൾ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്യാം. 2 2 1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അസേർഷനും റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ് യൂസിങ് ഡൈലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. HCl ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്നുള്ളതാണ് റീസൺ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഓപ്ഷൻ A and R are correct and R is the correct explanation of A. ഓപ്ഷൻ B പറയുന്നത് both A and R are correct but R is not the correct explanation of A എന്നുള്ളതാണ്. അടുത്തത് ഓപ്ഷൻ C ആണ്. A is correct but R is wrong. ഓപ്ഷൻ D, A is wrong but R is correct. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? നമുക്കറിയാം, ഇതിൽ തന്നിരിക്കുന്നതില് അസേർഷൻ എന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് ഈഥൈൽ അസറ്റേറ്റ്. ഈഥൈൽ അസറ്റേറ്റിന്റെ ഹൈഡ്രോളിസിസ് ആണ് പറയുന്നത് യൂസിങ് ഡൈല്യൂട്ട് HCl. ഇതൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതെ, ഓപ്ഷൻ അസേർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ ഒന്ന് നോക്കിയാലോ. ഹിയർ HCl ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദി എസ്റ്റർ ഹൈഡ്രോളിസിസ്. അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഏതാ? ഓപ്ഷൻ A ആണ്. ബോത്ത് A and R are correct and R is the correct explanation of A എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദ പോളി എസ്റ്റർ എമംഗ് ദി പോളിമേഴ്സ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന പോളിമേഴ്സില് പോളി എസ്റ്റർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് ഡാക്രോൺ, ഓപ്ഷൻ ബി ടെഫ്ലോൺ, ഓപ്ഷൻ സി നൈലോൺ 66,
ഓപ്ഷൻ ഡി ബേക്കലൈറ്റ്. ഏതാ? നമുക്ക് എല്ലാവർക്കും അറിയാം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ഡാക്രോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. അതായത് പോളി എഥിലീൻ ഗ്ലൈക്കോളിന്റെയും തെറിക്ടാലിക് ആസിഡിന്റെയും പോളിമർ ആയിട്ടുള്ള ഡാക്രോൺ ആണ് തന്നിരിക്കുന്നതിൽ നമ്മളുടെ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ള പോളി എസ്റ്റർ എന്ന് പറയുന്ന പോളിമർ. ഏതാണ്? പോളി എസ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് കണ്ടെയ്ൻ എ ഹെട്രോസൈക്ലിക് റിംഗ്? കുറച്ച് അമിനോ ആസിഡ്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഹെട്രോസൈക്ലിക് റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്ന അമിനോ ആസിഡ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തൈറോസിൻ, ഓപ്ഷൻ ബി അസ്പാർട്ടിക് ആസിഡ്, ഓപ്ഷൻ സി ഗ്ലൂട്ടാമീൻ, ഓപ്ഷൻ ഡി ഹിസ്റ്റഡിൻ. ഏതാ? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ ഉള്ള ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ. കണ്ടോ? ഇതിലേതാ ഹെട്രോസൈക്ലിക് റിംഗ് ഉള്ള അമിനോ ആസിഡ്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ഹിസ്റ്റഡിൻ ആണ് അല്ലെ. ഹിസ്റ്റഡിന്റെ സ്ട്രക്ചർ നോക്കൂ, ഒരു ഹെട്രോസൈക്ലിക് റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഹിസ്റ്റഡിൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വൺ ഓഫ് ദി ഫോളോയിങ് നൈട്രോജീനസ് ബേസ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ RNA. നമുക്ക് കുറെ നൈട്രോജീനസ് ആയിട്ടുള്ള ബേസ് തന്നിട്ടുണ്ട്. പിരമിഡിൻ ബേസും ഉണ്ട്, പ്യൂരിൻ ബേസും തന്നിട്ടുണ്ട്. ഇതിൽ RNA-യിൽ മാത്രം പ്രസന്റ് ആയിരിക്കുന്ന ബേസ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. അപ്പോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം RNA-യിൽ പ്രസന്റ് ആയിരിക്കുന്ന ബേസ് ഏത്, അതേപോലെ തന്നെ DNA-യിൽ പ്രസന്റ് ആയിരിക്കുന്ന ബേസുകൾ ഏത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ബേസ് പെയേഴ്സ് വരുമ്പോൾ പിരമിഡിൻ ബേസും പറയാറുണ്ട്, പ്യൂരിൻ ബേസുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിൽ തന്നെ നമുക്കറിയാം തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ എന്നൊക്കെ പറയുന്നത് എന്താ? പിരമിഡിൻ ബേസുകളാണ്. അതേപോലെ അഡിനീനും ഗ്വാനിനും ഒക്കെ എന്താ? പ്യൂരിൻ ബേസുകളാണ് അല്ലെ. അപ്പോ നമ്മളുടെ കേസിൽ നൈട്രോജീനസ് ആയിട്ടുള്ള ബേസ് RNA-യിൽ പ്രസന്റ് ആയിരിക്കുന്നത് ഏതാ? യുറാസിലാണ്. ഓക്കെ, അതേ ടൈമില് യുറാസിലിന്റെ സ്ഥാനത്ത് DNA-യിൽ ഏതാ പ്രസന്റ് ആയിരിക്കുന്നത്? തൈമിൻ ആണ്. ഓക്കെ, അപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കണ്ടോ, എത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോ ഇനിയും നമ്മളുടെ സെറ്റ് എക്സാമിന് വേണ്ടി ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ അല്ലെ, 75 ഡേയ്സ്. അപ്പോൾ ഈ 75 ഡേയ്സ് കൊണ്ട് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുമോ എന്ന് ഡൗട്ട് ഉള്ളവര് ഒരു ടെൻഷനും അടിക്കേണ്ട. നമ്മളുടെ CCL 75 ഡേയ്സിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പർ 9746455514 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു 75 ഡേയ്സ് കൊണ്ട് തന്നെ സെറ്റ് എന്നുള്ള ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. താങ്ക് യു. വേറൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Download now CC Learning app.